എന്റെ അമ്മേ. ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഏത് നേരത്താണോ എന്തോ ഈ വീട്ടിൽ വന്ന് കയറാൻ തോന്നിയത്. മരുമക്കളെ പ്രസവിക്കുന്നതിന് മുൻപ് അമ്മായിയമ്മ പ്രസവിക്കാന്ന് വെച്ചാ ഒറിജിനൽ ആണെങ്കിലും വേണ്ടില്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? മക്കളെ മരുമക്കളെ ഒതുക്കാൻ വേണമെങ്കിൽ ഗുണ്ടകളെ വാടകയ്ക്ക് എടുക്കാം. അതിന് രണ്ടാസുണ്ട്. അമ്മായിയമ്മ വേഷം കെട്ടിച്ച് കൊണ്ടുവരാന്ന് വെച്ചാ ഇതും ഒരു ഗുണ്ട തന്നെയാണല്ലോ. ഗുണ്ടൂരുകാരി ഗുണ്ട. അനുഭവിക്കട്ടെ. ആരനുഭവിക്കാൻ? ഇത് നമ്മൾ തന്നെ അനുഭവിക്കണം. ഗർഭിണിയായ സ്ഥിതിക്ക് ഇനി അവള് പൊടിയും തട്ടി പോകാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ഇനി അവൾ ഈ പടി ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതെങ്ങനാ? ഒരു ലക്ഷപ്രഭുവിന്റെ ഗർഭമാണ് അവൾക്ക് ചുളിയിൽ കിട്ടിയിരിക്കുന്നത്. അതാരെങ്കിലും വേണ്ടാന്ന് നോക്കോ? അവളുടെ കാര്യം പോട്ടെ, അത് എനിക്കാണെങ്കിൽ തന്നെ ഞാനത് വേണ്ടാന്ന് നോക്കോ? ഒറ്റ തൊഴിൽ വെച്ചിട്ടുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എടോ വക്കീലെ, ഇത് എന്റെ അല്ല. അത് മുതലാളി പറയരുത്. അത്രയ്ക്ക് മണ്ടനല്ല പുഷ്പാങ്കതൻ. ഉണങ്ങിയിരിക്കുകയാണെങ്കിലും ഞാനും ഒരു വക്കീല. മുതലാളി വിശ്വസിച്ചാൽ ഞാൻ ഈ ചെറ്റത്തരത്തിന് കൂട്ടുന്നത്. മുതലാളി ആത്മസംയമനം കൈവിട്ടു പോകുമെന്ന് ഞാൻ കരുതിയില്ല. എടോ ഉണക്ക വക്കീലെ, എന്റെ ആത്മസംയമനം കൈവിട്ടു പോയിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാരായി ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവളെ ഒരു പെങ്ങളായിട്ട് കരുതിയിട്ടുള്ളൂ. ഒന്ന് ചുമ്മാതിരി മുതലാളി. ഇത് ഞാൻ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ളതാ. അബദ്ധം പറ്റി കഴിയുമ്പോ എല്ലാവരും ഇത് തന്നെ പറയാറുള്ളത്. ഒരു പുരുഷനും ഒരു അന്യ സ്ത്രീയെ സ്വന്തം പെങ്ങളായിട്ട് കാണാൻ കഴിയില്ല. ഇതൊരു ലോക തത്വമാ. എന്നാ പെങ്ങളായിട്ടല്ല, ഞാൻ ഭാര്യയായിട്ടാണ് കരുതിന്ന് വെച്ചോ. കം ടു ദ പോയിന്റ്. എന്നാലും ഇത് സംഭവിക്കില്ല. അതെന്താ? ഞാൻ മച്ചിയാണോ മച്ചി. മൂത്തവന് 10ാം ക്ലാസ്സിൽ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ വന്നപ്പോ ഞാൻ അതങ്ങനെ ചെയ്തടോ. മുതലാളി ഒരു വികലാംഗനാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗർഭം ആരുടേതാ മുതലാളി? അതവള് ചോദിച്ചിട്ട് പറയണില്ലല്ലോ. തള്ളയെ വിളിക്കാൻ സാരഥി അയച്ചിട്ടുണ്ടല്ലോ. തള്ളയെങ്കിൽ വരട്ടെ, രണ്ടിലൊന്നും അറിയാം. ആകപ്പാടെ മാറിയ കേസായി. ഇനി ഇവിടെ നിന്ന് തടി ഉണ്ടാവില്ല, താടി ഉണ്ടാവില്ല. എത്രയും വേഗം ഹരിദ്വാറിലേക്ക് പോകണം. ചിറ്റപ്പിനത് എങ്ങോട്ടാ? ഇനി നാം ഇവിടെ നിന്നാൽ ശരിയാവില്ല മക്കളെ. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു നാറ്റൊക്കെ നടന്നിരിക്കുമ്പോ ചിറ്റപ്പൻ പോയാലെങ്ങനെ? അതുകൊണ്ട് തന്നെയാണ് നാം പോകുന്നത്. അണ്ണൻ അത് നിഷേധിച്ച സ്ഥിതിക്ക് ആ പാപം ഇനി ആരുടെ തലയിലും വീഴാം. നമ്മുടെ ഈ വസതിയിലെ കർമ്മം അവസാനിച്ചിരിക്കുന്നു. നാം പോകുന്നു. മംഗളം ഭവന്തു. അയ്യോ ചിറ്റപ്പൻ, ഞാൻ പറയുന്നത് എല്ലാം കൂടി എന്നെ വല്ലവനെയും കൊച്ചിനെ തന്തയാക്കിയ സമാധാനമുള്ളൂ അല്ലേ? ഞാനില്ല. നാം ഹരിദ്വാരത്തിലേക്ക് പോകുന്നു. ആരും ഒരു ദ്വാരത്തിലേക്കും പോകുന്നില്ല. എന്നാ ഇതിലെ കല്ലും നെല്ലും തിരിഞ്ഞിട്ട് മതി യാത്ര. അത് മതിയോ? മതി. കല്ലും നെല്ലും തിരിച്ച് നേരം കളയാതെ നാട്ടുകാരറിയുന്നതിന് മുമ്പ് എന്തെങ്കിലും കൊടുത്ത് കാര്യം ഒതുക്കുന്നതല്ലേ ഭംഗി? അത് ഞാൻ തീരുമാനിച്ചോളാം. സ്വാമി ഭാണ്ഡാകത്തോണ്ട് വെച്ചാട്ടെ. ഭാണ്ഡം സന്യാസിയാണെന്ന് ഞാൻ നോക്കൂല. അകത്ത് കയറി പോ സ്വാമി. അങ്ങനെ ഹരിദ്വാരം ചീറ്റി. നിങ്ങളും ഈ അതിർത്തി വിട്ടങ്ങ് പോകാൻ പാടില്ല. വക്കീലും ഈ പരിസരത്തൊക്കെ തന്നെ കാണണം. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ മനസ്സമാധാനക്കേട് ഉണ്ടായിട്ടില്ല. എനിക്ക് തന്നെ എന്റെ ആള്. എന്റെ മോളെ പഠിപ്പിച്ചൊരു മൂലയിൽ ഇരുത്തിയിട്ട് നിങ്ങൾ ഉലാത്തുവാണ് അല്ലേ? അവള് പറഞ്ഞോ മുതലാളിയെ പഠിപ്പിച്ചതെന്ന്? തെലുങ്കിലാണ് പറഞ്ഞെങ്കിലും അവളുടെ മുഖഭാവത്തിൽ എനിക്ക് മനസ്സിലായി. ഇയാള് തന്നെയാണ് അവളെ ചതിച്ചത്. അപ്പൊ ചേച്ചിക്കും തെലുങ്ക് അറിയത്തില്ലേ? അതെങ്ങനെയാ? 8 വർഷം ഒരു തെലുങ്കിന്റെ കൂടെ താമസിച്ചിട്ടും എനിക്കത് പറ്റിയിട്ടില്ല. ആ 8 വർഷത്തിന്റെ 4 തവണയല്ലേ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. എന്നാ പിന്നെ തെലുങ്ക് അറിയാവുന്ന ആരെങ്കിലും ഒരാളെ വിളിച്ച് ആ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ എന്റെ വക്കീലെ. അങ്ങനെ ആരെയും വിളിക്കുകയും വരുത്തുവൊന്നും വേണ്ട. നിങ്ങളാണ് ഇതിന് സമാധാനം പറയേണ്ടത്. താൻ എന്റെ വീട്ടിൽ വന്ന് അട്ടിപ്പേറി കിടന്ന് ചെല്ലടോ ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. വേറെ ഒരു അപകടം ഉണ്ടാകത്തില്ലെന്ന് താൻ വാക്ക് വന്നല്ലടോ. ഇവിടെ ഉള്ളവർക്ക് എന്നെ പോലെ വികാരം നിയന്ത്രിക്കാൻ കഴിവില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചി. ഓ, എന്റെ പെങ്ങളെ ബോധമുള്ളപ്പോ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല. അത് ഉറപ്പാ. അപ്പൊ നിങ്ങൾ വെണ്ണോടിക്കും അല്ലേ? എന്റെ ദൈവമേ. അച്ഛാ, 4 ആൾ അറിയുന്നതിന് മുമ്പ് ഇതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്ക്. അതിനിവിടെ എന്ത് സംഭവിച്ചു? ഇതെന്റെ സ്വന്തം കാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞങ്ങൾക്കും പുറത്തിറങ്ങി നടക്കണ്ട. ശാന്തി ശാന്തി. അണ്ണാ, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ എന്തെങ്കിലും സംതിങ് കൊടുത്ത് ഒതുക്കി വിട്. സാധാരണ ചെയ്യാറുള്ളത് പോലെയോ? അതെ. ഓഹോ, അപ്പൊ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണിതല്ലേ? പെങ്ങളെ ഒരു മിനിറ്റ് വെച്ചെന്നാണ്ടല്ലോ. നീയൊക്കെ മര്യാദക്കിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരുമായിരുന്നില്ല. അകത്ത് പോകാം. ഇതിനുള്ള പോകുമ്പോഴും ഞാൻ തന്നെ കണ്ടോളാം. അതിനൊരൊറ്റ പോവഴിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുടങ്ങോട്ട്. ഒരു താലി മേടിച്ച് നിങ്ങൾ അവിടെ കഴിച്ചോട്ടം കെട്ടിയാ ഇപ്പൊ പ്രശ്നം കഴിഞ്ഞല്ലോ. നിന്നെ ഞാനൊന്ന് ഞെക്കി കൊന്നോട്ടെ. അല്ലെങ്കിൽ വേണ്ട. താലി കെട്ടാനോ ഈ ഞാനോ? പിന്നെ ഞാനോ? എനിക്ക് സൗകര്യമില്ല. കെട്ടിയില്ലെങ്കിലേ എന്റെ മോൻ ഇമ്പിച്ചിങ് എത്തും. അവൻ വന്നാ പിന്നെ ഇവിടെ എന്താ നടക്കാൻ ദൈവത്തിന് പോലും അറിയില്ല. ആരാ ഇമ്പിച്ചി? അങ്ങനെ ഒരു പെശക ആങ്ങളാവക്കൊണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എന്താ അറിയാത്തത്? നീയല്ലേ പുതിയ ചിറ്റമ്മയെ തലവാക്കി കൊടുത്തത്? എന്നാര് പറഞ്ഞു? മുതലാളിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഒരു നടിയെ കിട്ടുമോന്ന് വക്കീൽ എന്നോട് ചോദിച്ചു. ഒരു നാടക ഏജന്റിനോട് വെച്ചപ്പോ ഇങ്ങനെ ഒരുത്തി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ വക്കീലിനോട് പറയുകയും ചെയ്തു.
എന്നെ പോലും അറിയിക്കാതെ ആ നാടക ഏജന്റിന്റെ അഡ്രസ്സും വാങ്ങി അവളെ തപ്പിപ്പോയതേ ആ ഉണക്ക വക്കീല. പിന്നെ അവൾക്കൊരു പെശകാങ്ങളുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ചേടാ, നിങ്ങൾ എന്തിനാ എന്നെ ക്ലോസ് ചെയ്യണത്? വക്കീല് തന്ന അഡ്രസ്സും വെച്ച് അവളെ തലേ തപ്പി ചെന്നപ്പോ ഒരു മുറുക്കാളക്കാരൻ എന്നോട് പറഞ്ഞത് ഒരു കുത്തുകേസിലെ ശിക്ഷയും കഴിഞ്ഞ് ഇമ്പിച്ച് കഴിഞ്ഞ ആഴ്ച സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അയാൾ വന്ന് അച്ഛനെ കൊണ്ട് ബലമായിട്ട് അവളെ കെട്ടിച്ച പിന്നെ നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഗർഭത്തിന്റെ ഉത്തരവാദിയെ തിരിച്ചറിയാൻ ഹൈദരാബാദിലോ ടെസ്റ്റ് ഉണ്ട്, അത് നടത്തിയാ പോരെ? എലീസ ടെസ്റ്റ്. എടാ, അത് എയ്ഡ്സിനുള്ള ടെസ്റ്റാണ്. അത് നടത്തിയാൽ ഇത് അറിയാം. എടാ മണ്ട, ഇത് ടെസ്റ്റ് വേറെയാ. DNA. അതിന് സമയമെടുക്കും. കുട്ടി ജനിക്കണം. അതുവരെ ഇമ്പിച്ച് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. നിന്റെ തന്ത എന്തിയാടാ? വീട്ടിലുണ്ട്. ആരാ മനസ്സിലായില്ല? ഇപ്പൊ ഞാൻ ഇമ്പിച്ചി. നാളെ മുതൽ നിന്റെ തന്തയുടെ അളിയൻ. ഒറ്റടാ. ഹലോ, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. വക്കീലേ, ഇമ്പിച്ചിറങ്ങിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? ഒരു മുൻകൂർ ജാമ്യത്തിന് പോലും സമയമില്ലല്ലോ. എന്റെ ഈശ്വര. വരട്ടെ, അവന്റെ കൈക്ക് ഇത് ഒതുങ്ങും. ഈശ്വര, ഏതായാലും ഹരിദ്വാരത്തിലേക്ക് പോകാനുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? തൽക്കാലം ഈ ദ്വാരത്തിലേക്ക് പോകാം. എല്ലാരും പേടിക്കുമ്പോൾ ഞാനായിട്ട് പേടിക്കാതെ എന്തിനാ? ഇവിടെ വേണ്ട, ഇരിക്കുകയാണ് സൈപ്പ്. ഈശ്വരാ, കാത്തിരക്ഷിക്കണേ. ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. എന്താ ഉണ്ടായത്? സത്യം പറഞ്ഞോ. നിങ്ങളുടെ പെങ്ങൾക്ക് ചെറിയൊരു ഗർഭപ്രശ്നമുണ്ട്. ആരാണെന്ന് അവൾ തെലുങ്കിലേ പറയൂ. നിങ്ങൾക്ക് തെലുങ്ക് അറിയാമെങ്കിൽ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കി. കളിയാക്കുകയാണോ? കവലനോട് ഇറങ്ങി ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഇമ്പിച്ചി ആരാണ് താൻ അറിയും. അതല്ലല്ലോ ഇപ്പൊ അറിയേണ്ടത്. ഇമ്പിച്ചി കാട്ടി എന്നെ പേടിപ്പിക്കരുത്. സംസാരിക്കാൻ മിടുക്കനാണല്ലേ? എനിക്ക് പ്രവർത്തിക്കാനാ മിടുക്ക്. ഞാനിപ്പോ എന്തോ വേണം? എപ്പോ നടത്താം അത് പറ. എന്തോന്ന്? കല്യാണം. ഇത്രയും നാൾ ഇവിടെ നിന്നതിന്റെ പേരിൽ അവരുടെ കല്യാണം നടത്തുന്നതിന് വിരോധമില്ല. പക്ഷെ ചെറുക്കനെവിടെ? ചെറുക്കൻ ദേ. അതിന് ചെറുക്കനല്ലല്ലോ, മുതുക്കനല്ലേ? അതിന് പൊന്നെടുക്കുന്നത് വെട്ടും കുത്തുമാണ് തൊഴിലെങ്കിലും ഞാനും ഇച്ചിരി അന്തസ്സുള്ളവനാ. ഒരു പോലീസുകാരനുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചതാ. പിഴച്ച പെങ്ങളെ ചുമക്കാൻ ഇനി ഇമ്പിച്ചേ കിട്ടില്ല. അവളും തള്ളയും ഇനി ഇവിടെ നിൽക്കും. പോക്രിയാണെങ്കിലും ഒരാങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്കറിയാം. മൊത്തം സ്വത്തിന്റെ 2/1 അവിടെയും കൊച്ചിന്റെയും പേരിൽ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ കല്യാണം. വക്കീലിനെ രജിസ്ട്രാറേയും കൂട്ടി ഞാൻ വരും. ഒരുങ്ങി നിന്നോ. അല്ല, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. വക്കീലിനെ ജയിസാറും കൂട്ടിയതിന്റെ കാര്യം എന്താ? ജയിസാറ് മാത്രം പോരെ? വക്കീൽ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഞാനൊന്ന് കൊല്ലുവന്നു. അയ്യോ, എന്നെ എന്തിനാ എല്ലാരും പൊക്കി പൊക്കി എറിയണേ? അത് അറിഞ്ഞിട്ട് എന്റെ കാര്യം. എന്താ? എനിക്ക് മോളോട് തനിച്ചൊന്ന് സംസാരിക്കണം എന്നുണ്ട്. വിഷമമൊന്നുമില്ലല്ലോ? അവിടവും കഴിഞ്ഞ അപ്പുറവും കഴിഞ്ഞു. ഇനി എന്താണ് വിഷമം? ആ.